മനുഷ്യക്കടത്തിനിരയായ യുവാവ് മരിച്ച നിലയിൽ തിരുവനന്തപുരം പൊഴിയൂർ സ്വദേശിയായ ഡേവിഡ് മുത്തപ്പനാണ് മരിച്ചത്. 6 മാസങ്ങൾക്ക് മുൻപാണ് റഷ്യയിൽ മനുഷ്യക്കടത്തിലകപ്പെട്ട ഡേവിഡ് മുത്തപ്പൻ നാട്ടിൽ തിരിച്ചെത്തിയത്. നെയ്യാറ്റിൻകര പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. വിവരങ്ങളുമായി പ്രശാന്ത് ഒപ്പം ചേരുന്നു. പ്രശാന്ത്, എന്താണ് ഉണ്ടായത്? കൃഷ്ണരാജ്, ഇന്ന് രാവിലെയോട് കൂടിയാണ് നെയ്യാറ്റിൻകര ബസ് സ്റ്റാൻഡിന് സമീപത്തെ ഒരു ലോഡ്ജ് മുറിയിൽ മരണപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. ഡേവിഡ് മുത്തപ്പൻ എന്ന 24 വയസ്സുള്ള ചെറുപ്പക്കാരനെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. യുവാവിനെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. അതായത് നേരത്തെ ഇദ്ദേഹം കഴിഞ്ഞ 6 മാസം മുമ്പാണ് റഷ്യയിൽ മനുഷ്യക്കടത്തിനിരയാകുകയും അവിടെ നിന്ന് തിരിച്ചു വരികയും ഒക്കെ ചെയ്തത്. കേന്ദ്ര സർക്കാരിന്റെ ഒരു ഇടപെടൽ ഉണ്ടായിരുന്നു ഈ തിരിച്ചു വരുന്ന അടക്കമുള്ള കാര്യങ്ങൾക്ക്. അങ്ങനെയാണ് അദ്ദേഹം തിരിച്ചു വരുന്നത്. അതിനുശേഷം നാട്ടിൽ താമസിച്ചു വരികയായിരുന്നു. ഇതിനിടയിലാണ് കഴിഞ്ഞ ദിവസം വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി എന്നാണ് അറിയാൻ കഴിയുന്നത്. അതിനുശേഷമാണ് പിന്നീട് ഈ യുവാവിനെ കാണാതാകുകയും തുടർന്ന് നെയ്യാറ്റിൻകരയ്ക്കടുത്ത് വന്ന് റൂമിൽ ലോഡ്ജ് മുറിയിൽ താമസിച്ചു വരികയായിരുന്നു എന്നാണ് ഇപ്പോൾ പ്രാഥമികമായിട്ട് മനസ്സിലാക്കുന്നത്. അതിനിടയിൽ ഈ വീട്ടിലേക്ക് വിളിക്കുകയും വീട്ടിൽ അമ്മയോട് മരണപ്പെടാൻ ആത്മഹത്യ ചെയ്യാൻ പോകുന്നു എന്നടക്കമുള്ള കാരണങ്ങൾ പറഞ്ഞുവെന്നും മനസ്സിലാക്കുന്നുണ്ട്. തുടർന്ന് വീട്ടുകാർ ഈ സ്ഥലത്തെത്തുകയും ലോഡ്ജിലെത്തിയ ശേഷം ജീവനക്കാരോട് അന്വേഷിച്ചിരുന്നു. അന്വേഷിച്ചപ്പോഴാണ് ഇത്തരത്തിൽ റൂം തുറന്നു നോക്കുമ്പോഴാണ് ബെഡിൽ മരണപ്പെട്ട നിലയിൽ കാണുന്നത്. മദ്യക്കുപ്പികളടക്കം ഈ കിടപ്പുമുറിയിൽ ഉണ്ടായിരുന്നതായും പോലീസ് പറയുന്നുണ്ട്. അതായത് സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായിരുന്നു എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് ഈ മനുഷ്യക്കടത്ത് കഴിഞ്ഞ് റഷ്യയിൽ നിന്ന് തിരിച്ചെത്തിയതിനു ശേഷം രക്ഷപ്പെട്ടെത്തിയ ഈ യുവാവിന് സാമ്പത്തികമായിട്ടുള്ള സഹായങ്ങളൊക്കെ ലഭിച്ചെങ്കിൽ പോലും പിന്നീട് ആ പണം ഇല്ലാതാകുന്ന ഒരു സാഹചര്യം ഉണ്ടായെന്ന് അറിയുന്നു. തുടർന്ന് ഇതിന്റെയൊക്കെ മനോവിഷമമാകാം ആത്മഹത്യ ചെയ്തതെന്നാണ് ഇപ്പോൾ പ്രാഥമികമായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് ആത്മഹത്യയാകാം മരണത്തിന്റെ കാരണമെന്നാണ് ഇപ്പോൾ പോലീസും പ്രാഥമികമായിട്ട് മനസ്സിലാക്കുന്നത്. എന്തായാലും ഇൻക്വസ്റ്റ് നടപടികളെല്ലാം പൂർത്തിയാക്കി മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി തിരുവനന്തപുരത്ത് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മറ്റ് നടപടിക്രമങ്ങളും പൂർത്തിയാക്കുന്നുണ്ട്. പോലീസിന്റെ ഈ കേസുമായി ബന്ധപ്പെട്ട കൃത്യമായ നടപടിക്രമങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും ദുരൂഹതയുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങളും പോലീസ് അന്വേഷിച്ചു വരികയും ചെയ്യുന്നുണ്ട്. കൃഷ്ണരാജ്. പ്രശാന്താണ് വിവരങ്ങൾ നൽകിയത്.